വെൽക്കം ബാക്ക് ടു ക്രിയേറ്റീവ് ജെ. അപ്പോൾ എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? സുഖല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കിയോം കോഴിക്കുഞ്ഞിൻ്റെ ഡീറ്റെയിൽഡ് വെർഷനായിട്ടാണ് വന്നത്. എന്നോട് ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് പേര് കണ്ണിൻ്റെ അവിടുത്തെ ഡീറ്റെയിൽസും ഒക്കെ ഒന്ന് സ്ലോ വെർഷനിൽ കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു കോഴിക്കുഞ്ഞിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പോർcelain ക്ലേ ആണ് കേട്ടോ. പോർcelain ക്ലേ എന്ന് പറയുന്നത് ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. മേക്കിംഗ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടിട്ടില്ലാത്തവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ക്ലേയുടെ കൂടെ നമ്മൾ ലെമൺ യെല്ലോ കളറാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ലോവർ ബോഡിയും അതുപോലെ തലയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു കാർട്ടൂണിഷ് ഫിഗറിനാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്ലഫി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് ഇംപ്രഷനെല്ലാം കൊടുത്തെടുക്കുകയാണ്. ഇനി നമുക്ക് ചിറകും കൂടെ ഒന്നും ഉണ്ടാക്കി വെച്ചേക്കാം. അപ്പോൾ ആദ്യമേ ചിറക് ഉണ്ടാക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്ന് സെറ്റ് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചിറകുകൾ ഇതുപോലെ ഒന്നാക്കി കൊടുക്കുക. പിന്നെ ഇതൊരു കോഴിക്കുഞ്ഞായതുകൊണ്ട് ചിറകിന് ഒത്തിരി നീളമോ അങ്ങനെയൊന്നും വേണ്ട, ചെറുതായിട്ട് ഇങ്ങനെ മതി കേട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഇത്തരത്തിൽ 2 എണ്ണം റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ 2 എണ്ണം റെഡിയാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിൽ കൊക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ അങ്ങനെ നേരത്തെ ആ ഒരു ചിറക് ഉണ്ടാക്കുന്നത് കാണിച്ചു എന്നേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ ഫേസ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിലും ചിറക് ഉണ്ടാക്കാം. ഞാൻ ഷൂട്ട് ചെയ്തപ്പോൾ ആ ഓർഡർ അങ്ങനെ ഇപ്പോൾ എത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു കൊക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ കൊക്കിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ച് കളറാണ് മിക്സ് ചെയ്തിട്ടുള്ളത് ക്ലേയുടെ കൂടെ. അങ്ങനെ വെച്ച് കൊടുത്താൽ മതി, കാരണം നമ്മുടെ ക്ലേ ഉണങ്ങിയിട്ടില്ല. ഒരു യെല്ലോ കളർ ക്ലേ ഉണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് വയ്ക്കുന്ന ക്ലേ അതിൻ്റെ കൂടെ ബ്ലെൻഡ് ചെയ്തിരുന്നോളും. ഇനി എക്സ്ട്രാ സപ്പോർട്ടിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഫെവിക്കോളും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു കൊക്കിൻ്റെ ഭാഗം വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതുപോലെ ടൂളോ അല്ലെങ്കിൽ എന്തെങ്കിലും നീഡിലോ അല്ലെങ്കിൽ ബ്ലേഡോ എങ്ങനെ ആയാലും മതി, അത് വെച്ചിട്ട് നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ആ ഒരു കൊക്കിൻ്റെ ഓപ്പണിംഗ് ഒന്ന് ശരിയാക്കി കൊടുക്കാം. ഇത് ഞാൻ ക്യാമറ അല്ലെങ്കിൽ ഫോണ് മുകളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് ഷോർട്ട് വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഉദ്ദേശിച്ച് ആദ്യം ചെയ്തതായതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്, അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുഞ്ഞു ചിറകുകൾ ഈ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഫെവിക്കോൾ തന്നെ ധാരാളമാണ്. കാരണം നമ്മുടെ ക്ലേ ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ക്ലേയുടെ തന്നെ ഒരു സ്റ്റിക്കിംഗ് പ്രോപ്പർട്ടി ഉണ്ട് ഓൾറെഡി. പിന്നെ നമ്മൾ ഗ്ലൂ ഒരു ലൈറ്റ് ആയിട്ടുള്ളതുപോലെ ഫെവിക്കോൾ പോലത്തെ ഗ്ലൂ തന്നെ അത്യാവശ്യത്തിന് അത് ആ ഒരു നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരുന്നോളും. ഇനി നമുക്ക് കാലുകളാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓറഞ്ച് കളർ ക്ലേ തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് ക്ലേ ഒന്ന് ട്രയാങ്കുലർ ഷേപ്പിലാക്കിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു 3 വിരലുകൾ ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ആക്കിയെടുക്കുകയാണ്. എന്നിട്ട് എൻഡിൽ നമ്മളൊരു നഖം പോലെ വരാൻ വേണ്ടിയിട്ട് എൻഡിലൊന്ന് കൂർപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കട്ടുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ്, ഇംപ്രഷൻസ് കൊടുക്കുക. കോഴിയുടെ ഒക്കെ കാല് കണ്ടിട്ടില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഭയങ്കര എക്സാക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്നില്ല, കാരണം നമ്മൾ കാർട്ടൂണിഷ് ആയിട്ടുള്ള ഒരു ഫിഗറിനാണ് ചെയ്യുന്നത്. ഒറിജിനൽ ചെയ്യുമ്പോഴാണ് നമ്മൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനെല്ലാം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതിപ്പോൾ കാർട്ടൂണിഷ് ആയതുകൊണ്ട് അതൊന്നും സാരമില്ല. ഇനി നമുക്ക് നമ്മുടെ കോഴിക്കുഞ്ഞിൻ്റെ തലയുടെ മുകളിൽ കുറച്ചൊരു തൂവലുകൾ ഇങ്ങനെ നിൽക്കുന്ന പോലെ ഒരു ഭംഗിക്ക് വേണ്ടി, ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണ് വരച്ച് കൊടുക്കാം. അപ്പോൾ കണ്ണും കാർട്ടൂണിഷ് ആയതുകൊണ്ട് നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കണ്ണാണ് വരച്ചു കൊടുക്കാൻ പോകുന്നത്. അങ്ങനെയൊന്നും അല്ല കോഴിക്കുഞ്ഞിൻ്റെ കണ്ണിരിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ ഞാനിവിടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ പോലെ ചെയ്യുന്നതുകൊണ്ട് ഞാനിവിടെ കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ണ് വരയ്ക്കുന്ന പോലെ തന്നെ ഏകദേശം ആ ഒരു രീതിയിലൊരു കണ്ണ് വരച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഐലൈനറൊക്കെ കിടക്കട്ടെന്നേ, എന്താ മനുഷ്യർക്ക് മാത്രമേ അതൊക്കെ പറ്റുള്ളൂ, കോഴിക്കുഞ്ഞിനും പറ്റും. കോഴിക്കുഞ്ഞിനെ അമ്മ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ്, അതുകൊണ്ട് കോഴിക്കുഞ്ഞിന് കണ്ണൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിചാരിച്ചാൽ മതി. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു ഇതിൻ്റെ കൂടെ അമ്മയും അതിൻ്റെ ഒരു സിബ്ലിങ്സിനെയൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഉണ്ടാക്കണം എന്ന്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇതിവിടെ കിടക്കട്ടെ, ബാക്കിയുള്ളത് നമുക്ക് വഴിയെ കാണാം. ഇത്തവണ നമ്മൾ വീണ്ടും ഒരു ബ്ലൂ കളർ ഐസാണ് വരയ്ക്കുന്നത്. കാരണം എനിക്ക് ഡോൾസിന് പൊതുവേ ബ്ലൂ കളർ വരയ്ക്കാനാണ് ഇഷ്ടം. കൂടുതലായിട്ട് ഞാൻ ബ്ലൂ പ്രിഫർ ചെയ്യാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ഐ ലാഷസ് വരച്ചെടുത്തിട്ടുണ്ട്, കുറച്ച് ബ്ലഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ മസ്കാര ബ്ലഷും എല്ലാം ഇട്ടിട്ടുള്ള ഒരു കോഴിക്കുഞ്ഞാണിത്. അതുപോലെ 2 ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, വൈറ്റ് ഡോട്ട്സ്. അപ്പോൾ അങ്ങനെ ഫേസ് ഇവിടെ റെഡിയായി. ഒരു കമ്പി വെച്ചിട്ട് നമുക്ക് ഫേസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഗ്ലൂ കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം.
അപ്പം നമ്മുടെ സുന്ദരി കോഴിക്കുഞ്ഞ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈസി അല്ലേ ഉണ്ടാക്കാൻ, അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇനി ഒരു കോഴിക്കുഞ്ഞിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷൻ, ഒരു ഫാമിലി വേർഷൻ നമുക്ക് ഉടനെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. Cheers!